നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വികസനം വരണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾ മനസ്സിലാക്കണം. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിലൂടെ കൊല്ലത്തിന്റെ മുഖച്ഛായ മാറുമെന്നും കേന്ദ്രമന്ത്രി. RSSനെയും BJPയെയും എതിർക്കാൻ കോൺഗ്രസിന് പ്രത്യേകം നിലപാടില്ലെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം RSSന്റെയും BJPയുടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കിയെന്നും P. ജയരാജൻ. കൊല്ലം ആശ്രമ മൈതാനത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വ്യവസായ കേന്ദ്രത്തിന് എതിർവശത്തായിരുന്നു അഗ്നിബാധ. സമീപത്തെ ഓഫീസിലുള്ളവർക്കും പ്രദേശവാസികൾക്കും ശ്വാസതടസ്സം. പ്രിസം ചിൽഡ്രൻസ് ഫിനാലെ ഞായറാഴ്ച കൊല്ലം ബി പാർക്കിൽ മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുക ലക്ഷ്യം. വിശദമായ വാർത്തകളിലേക്ക്. വികസനം വരണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. പാലക്കാട്ടെയോ ശബരിമലയിലെയോ വിഷയങ്ങൾ പറഞ്ഞില്ല, അത് ജനങ്ങൾക്കറിയാം. തിരുവനന്തപുരത്ത് തിലകമണിയുമെന്നാണ് ഞാൻ പറഞ്ഞതെന്നും അത് അങ്ങനെ തന്നെ സംഭവിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തിലകമണിയും എന്നാണ് ഞാൻ പറഞ്ഞത്. തിലകം ചാർത്തും എന്ന് പറഞ്ഞില്ല. നമ്മളെ തിലകം അണിയിച്ചത് അവിടുത്തെ ജനങ്ങളാണ്. ആ മൈൻഡ് സെറ്റ് ആണ് ഇനി നിയമസഭയിൽ അത്യാവശ്യം ഉണ്ടാവേണ്ടത്. ഞാൻ വിഷയങ്ങളെ കുറിച്ചൊന്നും പറയുന്നു. പാലക്കാട്ടെ വിഷയമായാലും പത്തനംതിട്ടയുടെ വിഷയമായാലും വിഷയം ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു കാരണമാക്കരുത്, പക്ഷെ ഇതൊരു പാഠമാണ്. തൃശൂരിൽ സെൻട്രൽ ഫോറൻസിക്കിന് വേണ്ടി സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. അത് തിരുവനന്തപുരത്തേക്ക് പോകും. തൃശൂരിനോട് മാത്രം പിണറായി സർക്കാരിന് എന്താണ് ഇങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല, സുരേഷ് ഗോപി പറഞ്ഞു. പകരം തൃശൂരിൽ 25 ഏക്കറിലുള്ള മറ്റൊരു പദ്ധതി ആവിഷ്കരിക്കും. തൃശൂരിനോട് വേർതിരിവ് കാണിച്ചാൽ അത് മാറ്റാൻ അറിയാം. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റം കൊണ്ടുവരണമെന്നും ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കിട്ടിയെന്ന് നോക്കണം. തമിഴ്നാടിന്റെ കാര്യം പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളോട് പ്രാർത്ഥന, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് വരും. തമിഴ്നാട്ടിനെ ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അവർക്ക് അവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാത്ത അവസ്ഥയിലും അവർ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. തമിഴന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവർ ഏത് ശത്രു ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നു. പക്ഷെ അത് കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു BJP സർക്കാർ അല്ലെങ്കിൽ BJP ഭരണത്തിന് തുല്യമായ ഒരു ഭരണത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിൽ. റെയിൽവേ സ്റ്റേഷനിലൂടെ കൊല്ലം നഗരത്തിന്റെ മുഖച്ഛായ മാറുന്നതിനായുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, കൊച്ചി, കോഴിക്കോട് എന്നിവയുടെ കാര്യം പ്രധാനമന്ത്രിയോട് ഉൾപ്പെടെ സൂചിപ്പിച്ചു. വരും തലമുറയ്ക്ക് വേണ്ടി റീബിൽഡ് ചെയ്യുകയാണെല്ലാം. എന്റെ മനസ്സിലൊരു കൽപ്പനയുണ്ട്, അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിലയിരുത്തും. വരുന്ന 5-ാം തീയതി റെയിൽവേ മന്ത്രിയെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSSPA കൊല്ലം ജില്ലാ സമ്മേളനം കുണ്ടറയിൽ നടക്കും. ജനുവരി 5-6 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ജനുവരി 5-6 തീയതികളിൽ കുണ്ടറയിൽ നടക്കും. സർക്കാരിന്റെ പെൻഷൻകാരോടുള്ള അവഗണനയ്ക്കും അവരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത നടപടികൾക്കുമെതിരെ ശക്തമായ സമരങ്ങൾക്ക് ജില്ലാ സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടതുപക്ഷ സർക്കാരിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 3-4 വർഷമായി നിരന്തരം സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ട്രഷറികൾക്ക് മുമ്പിൽ ധർണ, പിക്കറ്റിങ്, കളക്ടറേറ്റിന് മുമ്പിൽ 2 ദിവസത്തെ സത്യഗ്രഹം, സെക്രട്ടേറിയറ്റ് മാർച്ച്, സെക്രട്ടേറിയറ്റ് പിക്കറ്റിങ്, അങ്ങനെ നിരന്തരം സമര പോരാട്ടങ്ങൾ പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 3-4 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനവും നാളിതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കുണ്ടറയിൽ നടക്കുന്ന സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ വാര്യത്ത് മോഹൻകുമാർ, ജനറൽ കൺവീനർ N. സോമൻപിള്ള,
കൺവീനർ ടി.ജി. വർഗീസ്, സംസ്ഥാന സെക്രട്ടറി കെ.സി. വരദരാജൻ പിള്ള എന്നിവർ പറഞ്ഞു. 12 വർഷത്തിന് ശേഷമാണ് കുണ്ടറയിൽ KSSB-യുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം വളരെ പ്രൗഢഗംഭീരമായി തന്നെ ഞങ്ങൾ കുണ്ടറക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്. 6-ാം തീയതി രാവിലെ നടക്കുന്ന പ്രകടനം കുണ്ടറ ആശുപത്രിക്ക് മുക്കിൽ നിന്ന് ആരംഭിച്ചു. സമ്മേളന വേദിയായ കമ്മ്യൂണിറ്റി ഹാളിൽ അവസാനിച്ച് പ്രതിസമ്മേളനം ആരംഭിക്കുന്നതാണ്. 12ാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണം. ക്ഷാമാശ്വാസ കുടിശ്ശിക നൽകണം. ഞങ്ങളിൽ നിന്ന് കവർന്നെടുത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക പൂർണ്ണമായും നൽകണം. അതുപോലെ മെഡിസെപ്പ് സമഗ്ര ആരോഗ്യ ചികിത്സാ പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റായി മെഡിസെപ്പിനെ മാറ്റുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ചെയ്ത നിരവധി സമരങ്ങൾ പലപ്പോഴും സർക്കാർ അതിനെ അവഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശക്തമായി ഈ സർക്കാരിനെതിരെ പോർമുഖങ്ങൾ തുറക്കുവാനാണ് KSSB-യെ തീരുമാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കവി അനിൽ പനച്ചൂരൻ അനുസ്മരണം കായംകുളത്ത് നടത്തി. പനച്ചൂർ വീട്ടിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. പ്രതിഭ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കവി അനിൽ പനച്ചൂരാൻ അനുസ്മരണമാണ് കായംകുളം പനച്ചൂർ വീട്ടിൽ നടത്തിയത്. അനിൽ പനച്ചൂരാന്റെ 5ാമത് അനുസ്മരണമാണ് വീട്ടുവളപ്പിൽ നടത്തിയത്. പ്രതിഭ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുരുകൻ സാറ് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വരുന്നത്. അപ്പൊ അത്രയ്ക്ക് ഇവരുടെയൊക്കെ ആ ഒരു നന്മയും ഇവരുടെയൊക്കെ സ്നേഹവും ചേർത്ത് പിടിക്കലും ഒപ്പം സൗഹൃദങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയമാണെങ്കിലും വലിയ സമയ ബാധ്യതകളുള്ള മനുഷ്യരാണ്. പക്ഷെ അതിനടുത്ത് അത് കണ്ടെത്തുന്ന സമയമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. അതുപോലെ തന്നെയുള്ള ഒരാളായിരുന്നു പ്രിയപ്പെട്ട അനിൽ പനച്ചൂരാൻ. വളരെ വളരെ യൗവന തീക്ഷ്ണ കാലത്താണ് പലപ്പോഴും നമ്മൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒട്ടനവധി മനുഷ്യരെ പറ്റി ചിന്തിച്ചാൽ അറിയാം. അവരുടെ തീക്ഷ്ണ യൗവന കാലത്താണ് പലരും നമ്മളെ നല്ല പ്രഗത്ഭരായ ഭരണകർത്താക്കൾ അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ഒക്കെ തന്നെ തീക്ഷ്ണ യൗവന കാലത്താണ് അവർ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് S. പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. വരവിള ശ്രീനി സ്വാഗതം പറഞ്ഞു. കവി മുരുകൻ കാട്ടാക്കട, കവി രാജീവ് ആലുങ്കൽ, ഡോക്ടർ പുനലൂർ സോമരാജൻ, ഡോക്ടർ സജിത് തേവൂരേത്ത് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ഈ ചടങ്ങ് ധന്യം എന്ന് പറയാൻ കാരണം അനിയുടെ ആരാധ്യയായ അമ്മ ദ്രൗപദി അമ്മ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അമ്മയെ നമ്മൾ ഓരോരുത്തരുടെയും അമ്മയെ പോലെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. അമ്മയുടെ സാന്നിധ്യം ഒരു പക്ഷേ ഈ ചടങ്ങിൻ്റെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്ര വലിയൊരു പ്രതിഭയെ ഈ മലയാള ഭാഷയ്ക്ക് നൽകിയ മഹാഭാഗ്യവതിയായ ഒരമ്മയാണ് ദ്രൗപദി അമ്മ. അമ്മയെ കാണാനും അനിലിനോടൊപ്പം അനിലിൻ്റെ അതേ യാത്ര ചെയ്തിരുന്ന അമ്മയുടെ ഏകദേശം അനിലിൻ്റെ പ്രായമുള്ള ഒരാളെന്ന നിലയിൽ അനിലിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണാനൊരു അവസരം കിട്ടിയതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ രേഖപ്പെടുത്തുന്നു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം D. അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് U. ശ്രീജിത്ത്, അഡ്വക്കേറ്റ് A. ഷാജഹാൻ, രാമപുരം ചന്ദ്രബാബു, വേണുഗോപാൽ, പ്രദീപ് ലാൽ, D. ശ്രീദേവി, പ്രൊഫസർ ജീവൻ, അഡ്വക്കേറ്റ് KH ബാബുജാൻ, B. അബിൻ ഷാ, പാലിമുറ്റത്ത് വിജയകുമാർ, അരിത ബാബു, അഡ്വക്കേറ്റ് O. ഹാരിസ്, R. രാജേഷ്, MR. ജീവൻലാൽ, ശാന്തിനികേതനമാനന്ദൻ, R. ശശിധരൻ, പുരുഷോത്തമൻ, ഫൻസരിദാസ്, മായ പനച്ചൂരാൻ, ശ്രീദേവി സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊല്ലം ആശ്രമ മൈതാനത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വ്യവസായ കേന്ദ്രത്തിന് എതിർവശത്താണ് അഗ്നിബാധയുണ്ടായത്. കറുത്ത വിഷപ്പുക വലിയ തോതിൽ ഉയർന്നത് ഓഫീസിലുള്ളവർക്കും പ്രദേശവാസികൾക്കും ശ്വാസതടസ്സത്തിന് കാരണമായി. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തീ പടർന്നത്. ചെറിയ തോതിൽ തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് മൈതാനത്ത് സ്ഥാപിച്ച എക്സിബിഷനിലെ മാലിന്യങ്ങൾ മൈതാനത്ത് ഉപേക്ഷിച്ചിരുന്നു. കുറ്റിക്കാട് മൂടിക്കിടന്നതിനാൽ പ്രദർശനമേളയിലെ മാലിന്യങ്ങൾ വൻതോതിൽ കാട്ടിൽ തള്ളിയിരുന്നു. പ്രദർശനശാലയിലെ കൃത്രിമ വെള്ളച്ചാട്ടത്തിന് വേണ്ടി നിർമ്മിച്ച ഷീറ്റുകളും മൈതാനത്ത് ഉപേക്ഷിച്ച പ്രത്യേകതരം മെറ്റീരിയൽ നിർമ്മിച്ച ഷീറ്റായതിനാൽ പുകഞ്ഞ് കത്തുകയായിരുന്നു. കറുത്ത പുക ഉയർന്നതിനാൽ സമീപത്തെ വ്യവസായ വകുപ്പ് ഓഫീസിലെ ജീവനക്കാർക്കും പരിസരവാസികൾക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. കടപ്പാക്കടയിൽ നിന്നും 4 യൂണിറ്റ് അഗ്നിരക്ഷാസേനയെത്തിയാണ് തീ അണച്ചത്. ഒരേക്കറോളം ഭാഗത്ത് തീ ആളിപ്പടർന്നു. കാറ്റ് വീശിയടിച്ചതിനാൽ തീ പെട്ടെന്ന് കുറ്റിക്കാട്ടിലേക്ക് വ്യാപിക്കുകയായിരുന്നു. കടപ്പാക്കട അഗ്നിരക്ഷാസേന ഓഫീസർ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് തീ അണച്ചത്.
ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSSനെയും BJPയെയും എതിർക്കാൻ കോൺഗ്രസിന് പ്രത്യേകം നിലപാടില്ലെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. കായംകുളത്ത് വാസുദേവൻ പിള്ള രക്തസാക്ഷി ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം RSSന്റെയും BJPയുടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. RSSനെയും BJPയും എതിർക്കാൻ കോൺഗ്രസിന് പ്രത്യേകമായ നിലപാടുകളില്ലെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. കായംകുളത്ത് രക്തസാക്ഷി S. വാസുദേവൻ പിള്ളയുടെ അനുസ്മരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് RSSന്റെയും BJPയുടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഈ രാജ്യത്തിലെ വർഗീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളായിട്ടുള്ള RSS BJPയെ എതിർക്കാൻ കൃത്യമായിട്ടുള്ള നിലപാടില്ലാത്ത പാർട്ടിയാണ് എന്ന ബോധ്യമാണ് രാജ്യത്തിലെ ജനങ്ങൾക്കുള്ളത്. അവർ കൃത്യമായിട്ടുള്ള നിലപാടില്ല. ഞാൻ വിശദമായി അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിലേറുന്നതിനും ശക്തിപ്പെടുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് RSS BJP ഉയർത്തിക്കൊണ്ടുവന്ന രാം ജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കമാണ്. ഒരു സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കം. സാധാരണഗതിയിൽ കോടതിയിൽ വ്യവഹാരം നടക്കും, രണ്ട് ഭാഗത്തുമുള്ള വക്കീലന്മാർ വാദിക്കും. ഒരു സ്ഥലത്തെ സംബന്ധിച്ചുള്ള സിവിൽ തർക്കം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ തർക്കമാക്കി മാറ്റി, വർഗീയമായിട്ടുള്ള സംഘർഷങ്ങളാക്കി മാറ്റി, വർഗീയ കലാപങ്ങളാക്കി മാറ്റി, നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്നതിലേക്ക് എത്തിച്ചു. ഇതിനൊക്കെ സാഹചര്യം ഒരുക്കിയിട്ടുള്ള പാർട്ടി ഏതാണ്? യാതൊരു സംശയമില്ല. ആ ചോദ്യത്തിന് ചരിത്രത്തെ സത്യസന്ധമായി വിലയിരുത്തുന്ന ഏതൊരാളും ഇടതുപക്ഷക്കാരനാവണമെന്നില്ല. ചരിത്രത്തെ സത്യസന്ധമായി വിലയിരുത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തിലെ RSS BJPക്ക് ഇതിനൊക്കെ സാധ്യമാക്കിയിട്ടുള്ളത് രാജ്യത്തിലെ കോൺഗ്രസിന്റെ നയരാഹിത്യമാണ്. സംഘാടക സമിതി പ്രസിഡന്റ് B. അബിൻ ഷാ അധ്യക്ഷത വഹിച്ചു. S. കേശുനാഥ് സ്വാഗതം പറഞ്ഞു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KH ബാബുജാൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A. മഹേന്ദ്രൻ, U. പ്രതിഭ MLA, P. ഗാനകുമാർ, ഷിപ്പി ഹാരിസ്, P. അരവിന്ദാക്ഷൻ, S. നസീം, S. ആസാദ, V. പ്രഭാകരൻ, R. മധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രിസം ചിൽഡ്രൻസ് ബിനാലെ ഞായറാഴ്ച രാവിലെ 10-ന് കൊല്ലം V പാർക്കിൽ നടക്കും. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ അറിയിച്ചു. സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രിസം ചിൽഡ്രൻസ് ബിനാലെ സംഘടിപ്പിക്കുന്നത്. കൊല്ലത്ത് V പാർക്കിൽ ഞായറാഴ്ചയാണ് ബിനാലെ നടത്തുന്നത്. രാവിലെ 10-ന് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ, ACP S. ഷെരീഫ് എന്നിവർ അറിയിച്ചു. സിനിമാ താരം എസ്തർ ആനിൽ മുഖ്യാതിഥിയാവും. M. നൌഷാദ് MLA അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 5:30-ന് സമാപന സമ്മേളനം മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. മേയർ AK ഹഫീസ് മുഖ്യാതിഥിയാകും. കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഡിജിറ്റൽ അഡിക്ഷനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന DDAT, പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന കുട്ടികളെ തിരികെ പഠനമേഖലയിൽ എത്തിക്കുന്നതിനായി നടത്തുന്ന ഹോപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഹെൽത്തി ആൻഡ് സേഫ് സൈബർ വേൾഡ് ഫോർ ചിൽഡ്രൻ. ഇതിന് വേണ്ടിയിട്ട് അപ്പം ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ചിൽഡ്രൻസ് ബിനാലെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ കണ്ടുവരുന്ന സ്മാർട്ട് ഫോൺ ദുരുപയോഗവും അതിൻ്റെ ഒരു ആസക്തി തടയാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഫോണിൽ അഡിക്റ്റഡ് ആയിട്ട് അവരുടെ ഡെവലപ്മെൻറ്റൽ ഡിലേസ് ആവുന്നുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ. അതുപോലെ തന്നെ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ബിഹേവിയറൽ പാറ്റേൺ
മാറി വരുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഫ്യൂച്ചറിൽ ഡിപ്രഷനിലോട്ട് മാറുകയും പിന്നെ സൂയിസൈഡൽ ടെൻഡൻസീസിൻ്റെ ഇൻക്രീസും ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ പ്രോഗ്രാം. കളിമൺ, കരകൗശലം, ക്രാഫ്റ്റ്, ക്ലേ മോഡലിംഗ്, കരാട്ടെ, കളരിപ്പയറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, സംഗീതോപകരണങ്ങൾ, നാടകം, മാജിക് തുടങ്ങി 18ഓളം മേഖലകളിൽ ബിനാനിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകും. പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾ അവരുടെ വിവരങ്ങളും ഫോൺ നമ്പറും താല്പര്യപ്പെടുന്ന ഇനങ്ങളുടെ വിവരങ്ങളും സംഘാടകരെ അറിയിക്കണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള ചരിത്ര സ്മാരകമായ ചീനക്കൊട്ടാരം സംരക്ഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നടപടി സ്വീകരിക്കും. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിലൂടെ കൊല്ലത്തിന്റെ മുഖച്ഛായ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രാതീത കാലം മുതലുള്ള ചീന കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിച്ചതറിഞ്ഞാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് സന്ദർശനം നടത്തിയത്. റെയിൽവേ ഉദ്യോഗസ്ഥരുമായി നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. നവീകരിക്കുന്നതിന്റെ സാധ്യതകളും ചർച്ച ചെയ്തു. ചീന കൊട്ടാരം സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും 5-ാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യും. പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാർന്ന രീതിയിലാകും നവീകരണം. റെയിൽവേ വികസനത്തിലൂടെ കൊല്ലത്തിന്റെ മുഖച്ഛായ മാറുമെന്നും വരും തലമുറയ്ക്ക് വേണ്ടി പുനർനിർമ്മിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖച്ഛായ മാറുന്നതിന് വളരെ വലിയൊരു പദ്ധതിയാണ് ഞാൻ ആദ്യം ശ്രീ നരേന്ദ്രമോദിയെ മാർച്ച് 5, 2014 വിഴിഞ്ഞം തുടങ്ങിയുള്ള ഒരു 17-point പ്രോഗ്രാം 2.25 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്തതിനകത്ത് റീലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് ഇൻ കേരള, അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തും കാണുമായിരിക്കും. എനിക്ക് പരിചിതമായ ജനജീവിതത്തിന് ഒരുപക്ഷെ വലിയ ബ്ലോക്കേഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള, ജനജീവിതത്തിന് സൗകര്യമൊരുക്കേണ്ട റെയിൽവേ മൂലം അല്ലെങ്കിൽ അതുപോലെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എങ്ങനെയാണ് ഡാംപൻ ചെയ്തിട്ടുള്ളത്, ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപമുള്ളത് കൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, കൊച്ചിയിലെ 2 സൗത്തും നോർത്തും, അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ഇത്രയും റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ റീലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതാണ് പറഞ്ഞത്. തിരുവനന്തപുരം അടക്കം. തിരുവനന്തപുരം അദ്ദേഹത്തിന് നല്ല പരിചിതമായ ജോഗ്രഫി ആയതുകൊണ്ട്, ഭൂമിശാസ്ത്രമായതുകൊണ്ട് അദ്ദേഹം അതിനൊരു പ്രതിവിധിയും പറഞ്ഞു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വരും തലമുറകൾക്ക് വേണ്ടി 50 വർഷത്തിനപ്പുറം ഈ പട്ടണം എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഡിസൈനിങ്ങിൽ വരുമ്പോൾ എനിക്കൊരു എന്റെ മനസ്സിലൊരു കൽപ്പനയുണ്ടാവും. ആ കൽപ്പന അതിനുള്ള വഴിയൊരുങ്ങുന്നു എന്ന് തീർച്ചയായിട്ടും പരിശ്രമിക്കും. NK പ്രേമചന്ദ്രൻ എംപിയും കേന്ദ്രമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ സമയബന്ധിതമായി കൃത്യമായി പുരോഗമിക്കുക. അത്ര നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കൃത്യമായി ടൈം ബൗണ്ടായി പ്രവർത്തന പുരോഗതി നടക്കുന്നൊരു സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ്. ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചതാണ് കൊച്ചി സ്റ്റേഷൻ. പക്ഷേ നിർഭാഗ്യവശാൽ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ ആ നിലയിലുള്ള പ്രവർത്തന പുരോഗതി അവിടെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് റൈറ്റ്സാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. റെയിൽവേയുടെ തന്നെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റൈറ്റ്സും പ്രൈവറ്റ് പാർട്ണറുമായിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ വളരെ ഫലപ്രദമായി, മാത്രവുമല്ല ജനങ്ങൾക്ക് പരമാവധി അസൗകര്യം പരിമിതപ്പെടുത്തി ഏറ്റവും മികവാർന്ന നിലയിലുള്ള ഒരൊറ്റ ഇൻസിഡൻറ്റ് മാത്രമാണ്, ഒരു അൺഹാപ്പി ഇൻസിഡൻറ്റ് മാത്രമാണ് ഉണ്ടായത്. ആ നിലയിൽ വളരെ മാതൃകാപരമായി നടക്കുന്നൊരു കൺസ്ട്രക്ഷൻ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെന്റ്. ഉദ്യോഗസ്ഥരുമൊത്ത് റെയിൽവേ സ്റ്റേഷനിലും മൾട്ടി ലെവൽ പാർക്കിംഗിലുമെത്തി കേന്ദ്രമന്ത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജലസമൃദ്ധമായി ശാസ്താംകോട്ട തടാകം. തടാക സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശുദ്ധജല തടാകം വീണ്ടും ജലസമൃദ്ധമായത്. മണ്ണ് മാഫിയകളുടെ കടന്നുവരവോടെ വരൾച്ച ഭീഷണി നേരിട്ട തടാകമാണിപ്പോൾ ജലസമൃദ്ധമായിട്ടുള്ളത്. 20ഓളം കുന്നുകളുടെ സംരക്ഷണയിലായിരുന്ന ശാസ്താംകോട്ട തടാകം നീണ്ട ഇടവേളയ്ക്കു ശേഷമാണ് വീണ്ടും ജലസമൃദ്ധമായത്. മണ്ണുമാഫിയുടെ കടന്നുവരവോടെയാണ് തടാകം നാശത്തിലേക്ക് കൂപ്പുകുത്തിയത്. 550ഓളം ഹെക്ടർ സ്ഥലത്ത് ആയിട്ട് പരന്നു കിടക്കുന്ന 3 പഞ്ചായത്തുകളിലായിട്ട് പരന്നു കിടക്കുന്ന വളരെ വിശാലമായ ഒരു ഭൂപ്രകൃതിയുടെ നടുവിലാണ് ഈ ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളുടെ ദേശം എന്ന് പറയപ്പെടുന്ന കുന്നത്തൂരിലെയും പടിഞ്ഞാറേക്കലയുടെ പഞ്ചായത്ത്, മൈനാപ്പള്ളി, ശാസ്താംകോട്ട തുടങ്ങിയ പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ കുടിനീര് 10 ലക്ഷം ജനങ്ങൾ പ്രതിദിനം കുടിനീരിനായി ആശ്രയിക്കുന്നുണ്ട്. 20 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ഒരു ദിവസം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കൊല്ലം പട്ടണം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക്
കുടിനീരിനായി പോകുന്നു. സംരക്ഷിത കുന്നുകൾ ഒന്നൊന്നായി ഇടിച്ചു നിരത്തി മണ്ണുമാഫിയ മാറിയപ്പോൾ തടാകത്തിന്റെ മാറുപിളർന്ന് വാട്ടർ അതോറിറ്റിയും ജലമൂറ്റി. മണ്ണുമാഫിയ പിൽക്കാലത്ത് പിന്മാറിയെങ്കിലും വാട്ടർ അതോറിറ്റി ജലമെടുക്കുന്നതിൽ ഒട്ടും കുറവ് വരുത്തിയില്ല. ഇതോടെ തടാകം ചരിത്രത്തിൽ ആദ്യമായി കിലോമീറ്ററുകളോളം വറ്റിവരണ്ടു. പ്രകൃതി സ്നേഹികളുടെ പ്രതിഷേധങ്ങളും ഫലം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ ശാസ്താംകോട്ടയിലെ കായൽ കൂട്ടായ്മ അവസാന ശ്രമമെന്ന രീതിയിൽ രംഗത്തെത്തുകയും കായലിന്റെ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയ പായലുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഇതോടെ ജലസമ്പത്ത് വർദ്ധിച്ചതായി കണ്ടു. 95 ഒരു വലിയ ഉണക്ക് വന്ന് കായൽ പൂർണ്ണമായിട്ടും വറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം 10 വർഷം കൊണ്ടുണ്ടായി. നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ രീതിയിലേക്ക് കായൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പിന്നീട് പല ഭാഗങ്ങളിലും അവർ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ നടത്തി. നിരന്തരമായ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ശാസ്താംകോട്ട തടാകം പ്രതാപകാലത്തേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. ഇനിയെങ്കിലും തടാകം സംരക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് പ്രകൃതി സ്നേഹികൾ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ധനുമാസരാവിന്റെ കുളിരിലലിഞ്ഞ് വീണ്ടും ഒരു തിരുവാതിര കൂടി. ദീർഘമാംഗല്യത്തിനും ഇഷ്ടപുരുഷനെ വരിക്കാനായും സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു. തിരുവാതിര നാളിൽ പുലർച്ചെ കുളിച്ച് ഇണമുണ്ടെടുത്ത് വാലിട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി തിരുവാതിര കളിക്കുന്നു. വിവാഹശേഷമുള്ള ആദ്യ തിരുവാതിര പൂത്തിരുവാതിര എന്നും അറിയപ്പെടുന്നു. ഒരു നാടിന്റെ സാംസ്കാരികവും ഐതിഹ്യപരവുമായ ജീവിതത്തിന്റെ നിറക്കൂട്ടാണ് തിരുവാതിര. ശിവക്ഷേത്രങ്ങളിൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചടങ്ങുകളും നടക്കുന്നു. ധനുമാസത്തിലെ അശ്വതി മുതൽ പുണർദം വരെ 7 നാളുകൾ നീളുന്ന വ്രതാനുഷ്ഠാനമാണ് തിരുവാതിരയുടേത്. നിരവധി ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ് തിരുവാതിര. തിരുവാതിരയിലെ മുഖ്യ കർമ്മം സ്നാനമാണ്. തിരുവാതിര നാളിൽ പുലർച്ചെ കുളിച്ച് അഷ്ടമംഗല്യത്തോടുകൂടി വീട്ടമ്മമാർ സ്നാനം ചെയ്യുന്ന പ്രധാന ചടങ്ങുകൾ പണ്ടുകാലങ്ങളിലുണ്ടായിരുന്നു. മകയിരം നാളിൽ സന്ധ്യാസ്നാനത്തിനു ശേഷം മുറ്റത്ത് അടുപ്പ് കൂട്ടി തയ്യാറാക്കുന്ന എട്ടങ്ങാടി തിരുവാതിരയുടെ പ്രധാന വിഭവം കൂടിയാണ്. 7 ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത്. 7 ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് മുതൽ അരിയാഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. ഒരു നേരം 3 ദിവസം അരിയാഹാരം കഴിക്കും. ബാക്കി ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ ഗോതമ്പും ചോളവും റബയും ഒക്കെയാണ് കഴിക്കുന്നത്. പിന്നെ പഴങ്ങൾ, കരിക്കും വെള്ളം ഇതെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3-ാമത്തെ ദിവസം കാർത്തികയുടെ അന്ന് ഞങ്ങൾ മൈലാഞ്ചി ഇടും. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അത് ഭർത്താക്കന്മാരുള്ളവരെ ഭർത്താക്കന്മാരുടെ കൈ തൊട്ടാ ഇടുന്നത്. പിന്നെ കൊച്ചു പിള്ളേരാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളെ കൊണ്ട് ഇടിക്കുന്നത്. എട്ടങ്ങാടിയുടെ നേര്യം മകയിരത്തിൻ്റെ അന്ന് എട്ടങ്ങാടി സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ട് ഞങ്ങൾ ചുടേണ്ടത് ചുടും. ചേമ്പ്, ചേന, കാവത്ത്, കായ, കൂർക്ക, വെള്ളപ്പയർ, നനകിഴങ്ങ്, എള്ള് എന്നിവ ശർക്കരപ്പാവിൽ വേവിച്ച് നാളികേരം ചേർത്താണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നത്. തിരുവാതിര നാൾ പുലർച്ചെ കുളിച്ച് ഇണമുണ്ടെടുത്ത് കണ്ണെഴുതി ദശപുഷ്പം ചൂടി തിരുവാതിരക്കളി നടത്തി മംഗല്യ സ്ത്രീകൾ പാർവതീ പരമേശ്വരന്മാരെ പൂജിക്കുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച ശേഷം തിരുവാതിര കളി ആരംഭിക്കും. പാതിരാത്രി വരെ പാട്ടും കളിയും തുടരും. ശ്രീപാർവതിയുടെ പ്രതീകമായ വാൽക്കണ്ണാടി മധ്യത്തിൽ വെച്ച് അഷ്ടമംഗല്യത്തോടെ കൈകൊട്ടി കളിക്കുന്നതും പാതിരാപ്പൂ ചൂടലും തിരുവാതിരയുടെ പ്രത്യേകതകളാണ്. വിവാഹശേഷമുള്ള ഒരു സ്ത്രീയുടെ ആദ്യ ധനുമാസത്തിലെ തിരുവാതിരയെ പൂത്തിരുവാതിര എന്നും വിശേഷിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങായി ഇന്നും മലബാറിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. രാത്രി മുഴുവനും വെളുക്കുന്നവരെയും തിരുവാതിര കളിയായിരിക്കും. അതിന് കുഞ്ഞു കുട്ടികളും മുതിർന്നവരും അടക്കം വലിയ ഒരു നിര തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. വളരെ ഒരു അനുഭവമാണ് ഇവിടെ സംബന്ധിച്ച് നമുക്കിവിടെ ഉണ്ടാകുന്നത്. പൂത്തിരുവാതിര ദിനത്തിൽ കുടുംബവും ബന്ധുക്കളും ഒന്നിച്ചു ചേർന്ന് ദീർഘമാംഗല്യത്തിനായി പ്രാർത്ഥിക്കുന്നു. തിരുവാതിരയുമായി ബന്ധപ്പെട്ട ശിവക്ഷേത്രങ്ങളിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ തിരുവാതിര കളിയും തിരുവാതിര കഞ്ഞിയും എട്ടങ്ങാടി നിവേദ്യവും നടന്നു. ധനുമാസത്തിലെ തിരുവാതിരയെ വരവേറ്റ നിരവധി സ്ത്രീകളാണ് വ്രതാനുഷ്ഠാന ചടങ്ങുകളിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചവറ. കുന്നത്തൂർ താലൂക്ക് തല സഹകരണ വാരാഘോഷം ശാസ്താംകോട്ടയിൽ നടന്നു. സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം നടത്തിയത്.
കുന്നത്തൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ സഹകരണ വാരാഘോഷമാണ് ശാസ്താംകോട്ടയിൽ നടത്തിയത്. ശാസ്താംകോട്ട ജെമിനി ഹൈറ്റ്സിൽ സംഘടിപ്പിച്ച വാരാഘോഷം കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കുക, നമ്മൾ ഓരോരുത്തരും നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ആദ്യമേ രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ സഹകരണം മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു സഹകരണ പ്രസ്ഥാനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച് ശ്രീമൂലം വരുന്ന മഹാരാജാവ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി കെ തമ്പാൻ അധ്യക്ഷത വഹിച്ചു. എം ശ്രീവിദ്യ സ്വാഗതം പറഞ്ഞു. എം ശിവശങ്കരപിള്ള, PK ഗോപൻ, കാരുവള്ളി ശശി, ശിവശങ്കരൻ നായർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. പ്രബന്ധ മത്സര വിജയികൾക്കുള്ള കോളേജ് തല സമ്മാനദാനം MV ശശികുമാരൻ നായരും സ്കൂൾ തല സമ്മാനം B ബിനോയിയും പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനം TR ശങ്കരപിള്ള, B ഹരികുമാർ എന്നിവരും വിതരണം ചെയ്തു. പ്രൊഫസർ കേശവചന്ദ്രൻ നായർ, കല്ലട ഗിരീഷ്, P ആന്റണി, R അരവിന്ദാക്ഷൻ പിള്ള, തുളസീധരൻ പിള്ള, Y ഗോപൻ, KS ബാലൻ, B ബിനീഷ്, ബാഹുലേയൻ, അബ്ദുൽ വഹാബ്, കാരക്കാടനിൽ രവീന്ദ്രൻ പിള്ള, ദിലീപ് കുമാർ, പ്രിയദർശിനി, V വിജയൻ, M അബ്ദുൽ ജലീൽ, P രാധാകൃഷ്ണൻ, വിജയകൃഷ്ണൻ, N പങ്കജാക്ഷൻ, CN സുകുമാരൻ, S സുഭാഷ്, രാമചന്ദ്രൻ പിള്ള, അഡ്വക്കേറ്റ് CK വിജയാനന്ദ, ഗോപാലകൃഷ്ണക്കുറുപ്പ്, KP ജമാലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റ് വാർഷികാഘോഷം ജനുവരി 4 നടക്കും. കുടുംബസംഗമവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റ് വാർഷികാഘോഷവും കുടുംബസംഗമവുമാണ് 4 നടക്കുന്നത്. അല്ലമാൻ കൺവെൻഷൻ സെന്ററിൽ 4 രാവിലെ 10 വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ പൊതുരംഗത്തും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ചവരെ അനുമോദിക്കും. വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റ് അതിൻ്റെ ഒരു വാർഷിക പൊതുയോഗവും അതോടൊപ്പം തന്നെ ഒരു കുടുംബ സംഗമവും വരുന്ന 4-ാം തീയതി ഞായറാഴ്ച അല്ലമാന കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സംഘടനയുടെ ചരിത്രം പറയുമ്പോൾ ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. 1974 അഞ്ചൽ മർച്ചൻസ് അസോസിയേഷൻ എന്ന നാമധേയത്തിൽ സംഘടിച്ച് തുടങ്ങിയ പ്രവർത്തനം ഇന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 81 സംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം ഏകോപന സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. ഏതാണ്ട് 600-ലധികം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അഞ്ചൽ യൂണിറ്റ് അതിൻ്റെ ചരിത്രപരമായ നേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഭാഗമായി കുടുംബസംഗമങ്ങൾ ഇതിന് മുൻപും നമ്മളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 4 വർഷമായി നമ്മുടെ കോവിഡിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം സമ്മേളനങ്ങളൊക്കെ നമ്മളൊന്നും മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അംഗങ്ങളുടെ സജീവമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കുടുംബസംഗമം നടത്തുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് S ദേവരാജൻ, വർക്കിംഗ് പ്രസിഡന്റ് VM തോമസ്, ജനറൽ സെക്രട്ടറി സുശീലൻ നായർ, ട്രഷറർ S ഫസലുദ്ദീൻ തുടങ്ങിയവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനം വരണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾ മനസ്സിലാക്കണം. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിലൂടെ കൊല്ലത്തിന്റെ മുഖച്ഛായ മാറുമെന്നും കേന്ദ്രമന്ത്രി. RSSനെയും BJPയെയും എതിർക്കാൻ കോൺഗ്രസിന് പ്രത്യേകം നിലപാടില്ലെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം RSSന്റെയും BJPയുടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കിയെന്നും P ജയരാജൻ. കൊല്ലം ആശ്രമ മൈതാനത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വ്യവസായ കേന്ദ്രത്തിന് എതിർവശത്തായിരുന്നു അഗ്നിബാധ. സമീപത്തെ ഓഫീസിലുള്ളവർക്കും പ്രദേശവാസികൾക്കും ശ്വാസതടസ്സം. പ്രിസം ചിൽഡ്രൻസ് ഫിനാലെ ഞായറാഴ്ച കൊല്ലം B പാർക്കിൽ. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുക ലക്ഷ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.